ലോകേഷിൻ്റെ കരിയറിൽ ഏറ്റവും ബാഡ് എന്നാണ് പറഞ്ഞു. രജനിയുടെ ആറാട്ട്. അല്ലാണ്ട് ഓളർ അടിപൊളിയാണ്. എല്ലാവരുടെ എൻട്രി എല്ലാം കിടിലനാക്കി എടുത്തത്. അടിപൊളി. ഫസ്റ്റ് ഹാഫ് ഏറ്റവും അടിപൊളി. പ്രതീക്ഷിക്കേണ്ട ഒന്നൊന്നല്ല, പ്രതീക്ഷ തന്നെ ഒന്ന് തന്നെയാ. ഇല്ല, ഒരു ജയിലർ വൈബ്. രജനിയുടെ ആറാട്ട് ഉണ്ടായിരുന്നു. പടം കൊള്ളാം. കുഴപ്പമില്ല. ആവറേജ് കുഴപ്പമില്ലായിരുന്നു. നല്ല പടമായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഹൈ മൂവ്മെന്റ്സ് ഇത്തിരി കുറവും ചെറിയ ലേഖം ഉണ്ടായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, അനിരുദ്ധിന്റെ രീതി ചെയ്തിട്ടുണ്ട്. അനിരുദ്ധിന്റെ മ്യൂസിക്കിലാണ് പടം ഏറെക്കുറെ നല്ലതായിട്ട് പോകുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. അനിരുദ്ധ മ്യൂസിക്കാണ് ഹൈ ബീജും കൊടുക്കുന്നത്. സൗബിനെ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് പടം. പിന്നെ എന്താ പറയാനാ, സൗബിന്റെ ആക്ടിങ് ആയാലും ലൈക്ക് ഒരു നെഗറ്റീവ് ആയിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വില്ലൻ റോള് കട്ടയ്ക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പടം അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫിൽ തുടക്കത്തിൽ ചെറിയ ലാഗാണ്. അല്ലാണ്ട് ഓളർ അടിപൊളിയാണ്. എല്ലാവരുടെ എൻട്രി എല്ലാം കിടിലനാക്കി എടുത്തത്. അത് കിടില എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ ലോകേഷിൻ്റെ ഓരോ പടങ്ങളിൽ കൂട്ടി ഹൈപ്പ് കൂട്ടി അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ തുടക്കത്തിൽ ചെറിയൊരു ലാഗ് അത് ഫീൽ ചെയ്തു. ബാക്കിയിൽ ഓവറോൾ അടിപൊളിയാണ്. കണ്ടറിയാ അങ്ങനെ അതേ പറയുന്നത്. അതാ എൻട്രി എല്ലാം അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. അമീർ ഖാനാണ് എല്ലാവരുടെയും എൻട്രി, ഒന്നും പറയാനില്ല. വിക്രം എല്ലാത്തിനേക്കാളും അടിപൊളിയായിട്ട്. മലയാളത്തിൽ സൗബിനെ പൊക്കിക്കൊണ്ട് പോയതിന്റെ ഒരു ഫീൽ കിട്ടി. അവരത് യൂസ് ചെയ്തു. ഉണ്ട്. ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് സൗബിനെ കൊണ്ടുപോയത്. സൗബിൻ നല്ല അടിപൊളി വേറെ ലെവൽ ആക്ടിങ് ആണ് ഈ പടത്തിൽ. അത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. കിടിലായിട്ട് അവൻ്റെ ഒപ്പം തന്നെ നിന്നുണ്ട്. അടിപൊളി. ഫസ്റ്റ് ഹാഫ് ഏറ്റവും അടിപൊളി. സെക്കൻഡ് ഹാഫ് ഇച്ചിരി ലാഗ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഏറ്റവും അടിപൊളി ബീജിയാ. പിന്നെ അനിരുദ്ധിന്റെ കൈകളി സേഫ് ആണല്ലേ? അതെ, സേഫാ. നിങ്ങൾ എൻജോയ് ചെയ്തോ ഫ്രണ്ട്സ് ആയിട്ട്? പിന്നെ കിടിലൻ പടം. കുഴപ്പമില്ല. ഇല്ല, വന്നില്ല. മൊത്തത്തിൽ ഇത് എന്താ പറയാ, ഒരു ലോകേഷിൻ്റെ കരിയറിൽ ഏറ്റവും ബാഡ് എന്നാണ് പറഞ്ഞു. അങ്ങനെ പറയാം. ഒരു ഇതില്ല, എല്ലാം എന്തൊക്കെയോ കുറേ ആക്ഷൻ സീൻസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. കുറേ ആക്ഷൻ സീൻസ്, അതായത് നമുക്ക് സ്റ്റോറിയിലോട്ട് അങ്ങോട്ട് എൻഗേജ് ആകാൻ പറ്റുന്നില്ല. കുറേ ആക്ഷൻസ് വരുന്നു, പിന്നെ അല്ലാതെ കുറേ ഇത് വരുന്നു, വേറെ ഒരു എൻഗേജ് ആകാൻ പറ്റുന്നില്ല. അമീർ ഖാനെ എന്തോ ബീഡി വലിക്കാൻ വേണ്ടി കൊണ്ടുവന്നവരുണ്ട്. അങ്ങനെ എനിക്ക് തോന്നിയത്. സൗബിന് ഓക്കെ പെർഫോമൻസ് കൊള്ളായിരുന്നു. പിന്നെ രജനീകാന്തിൻ്റെ പിന്നെ മറ്റേ വിൻറ്റേജ് ലുക്കൊക്കെ വന്നപ്പോൾ കൊള്ളായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. രജനി ഫാൻസിന് നല്ല ഇഷ്ടപ്പെടും. പക്ഷെ നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ഇങ്ങോട്ട് പെട്ടെന്ന് പുള്ളി എന്തോ വന്ന് ആക്ഷൻ കാണിച്ചിട്ട് പോയല്ലാണ്ട് പുള്ളിക്ക് വലിയ റോളൊന്നുമില്ല. ഇല്ല